ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. നയതന്ത്രത്തിനും സംഭാഷണത്തിനുമുള്ള ആഹ്വാനം ആവർത്തിച്ച് ഇന്ത്യ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് കിരീടാവകാശി ഖത്തർ അമീർ, ഒമാൻ സുൽത്താൻ എന്നിവരുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ മറ്റന്നാൾ കേരളത്തിലെത്തും. ICC 2020 ക്രിക്കറ്റ് ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് കിരീടാവകാശിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ടെലിഫോൺ സംഭാഷണം നടത്തി. പ്രാദേശിക സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് എന്നിവരുമായും ശ്രീ മോദി സംസാരിച്ചു. ഇന്ത്യൻ സമൂഹത്തിന് രാജ്യങ്ങൾ നൽകുന്ന പിന്തുണയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ നയതന്ത്രത്തിനും സംഭാഷണത്തിനുമുള്ള ആഹ്വാനം ആവർത്തിച്ച് ഇന്ത്യ. ഗൾഫ് മേഖലയിൽ ഏകദേശം 1 കോടി ഇന്ത്യൻ പൌരന്മാരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നീക്കത്തെയും ഇന്ത്യ അനുകൂലിക്കില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ അശാന്തി പടരുന്നു. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ്. ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ US ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു. അതേസമയം ഇറാന്റെ നതാൻസ് ആണവ കേന്ദ്രത്തിൽ ആക്രമണത്തെ തുടർന്ന് നാശനഷ്ടങ്ങളുണ്ടായതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചു. സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് ടെഹ്റാനിലുണ്ടായിരുന്ന ഭൂരിഭാഗം ഇന്ത്യൻ വിദ്യാർത്ഥികളെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി ഇറാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇറാനിൽ തുടർന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളോടും പൌരന്മാരോടും വീടുകൾക്കുള്ളിൽ തന്നെ കഴിയാനും പ്രതിഷേധങ്ങൾ നടക്കുന്ന മേഖലകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യം നേരിടാൻ ആവശ്യമായ ഊർജ്ജ ശേഖരം രാജ്യത്തിനുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായാൽ അത് നേരിടാൻ രാജ്യം സജ്ജമാണെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. പ്രവാസി മലയാളികളുടെ സുരക്ഷയും ആശങ്കയും മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ GCC രാജ്യങ്ങളിലെ ലോക കേരള സഭാ പ്രതിനിധികളുടെ ഓൺലൈൻ യോഗം വിളിച്ചു ചേർത്തു. ഗൾഫ് മലയാളികളുടെ നിലവിലെ ആവശ്യങ്ങൾ നേരിട്ടറിഞ്ഞ് സർക്കാരിന്റെ പിന്തുണ ഉറപ്പാക്കുന്നതിനായാണ് യോഗം ചേർന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസികളുടെ സഹായത്തിനായി അടിയന്തര നടപടികൾ സ്വീകരിച്ച് നോർക്ക റൂട്ട്സ്. പ്രവാസി മലയാളികൾക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക നോർക്ക ഹെൽപ്പ് ലൈൻ പ്രവർത്തനം തുടരുന്നതായി നോർക്ക റൂട്ട്സ് CEO അജിത് കോളശ്ശേരി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഹെൽപ്പ് ഡെസ്ക് നമ്പറുകളിലെ സഹായം ആവശ്യപ്പെട്ടവർക്ക് കേന്ദ്ര സർക്കാർ, വിദേശകാര്യ മന്ത്രാലയം, അതാത് രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷനുകൾ, ലോക കേരള സഭാംഗങ്ങൾ, പ്രവാസി സംഘടനകൾ, പ്രമുഖ വ്യക്തികൾ, വളണ്ടിയർമാർ എന്നിവരുമായി ഏകോപിപ്പിച്ച് സഹായം ഉറപ്പുവരുത്തുന്നു. ന്യൂഡൽഹിയിലെ കേരള ഹൌസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. ലോക കേരള സഭാ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഹെൽപ്പ് ഡെസ്കുകളുടെ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. പ്രമുഖ പ്രവാസി സംഘടനകളും ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായിട്ടുണ്ട്. യാത്രാമധ്യേ ട്രാൻസിറ്റ് വിസയിലും ഗൾഫിലെ വിമാനത്താവളങ്ങളിലും ഹോട്ടലുകളിലും കുടുങ്ങിയവർ, ആക്രമണ ഭീതി കാരണം താമസസ്ഥലം മാറേണ്ടി വരുന്നവർ, രോഗികൾ, അടിയന്തരമായി കേരളത്തിലേക്ക് പുറത്തേക്കും സഞ്ചരിക്കേണ്ടവർ തുടങ്ങിയവരെയാണ് കൂടുതലായി ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടുന്നത്. ഗൾഫ് മേഖലയിൽ ഈ മാസം 5, 6 തീയതികളിൽ നടത്താനിരുന്ന 10, 12 ക്ലാസുകളിലെ CBSE SSLC പരീക്ഷകൾ മാറ്റിവെച്ചു. ബഹ്റൈൻ, ഇറാൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. ഗൾഫ് മേഖലയിൽ മറ്റന്നാളത്തെ SSLC പരീക്ഷയും മാർച്ച് 5, 6, 7 തീയതികളിലെ ഹയർ സെക്കൻഡറി പരീക്ഷയും മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ പരീക്ഷാ തീയതികൾ പിന്നീട് അറിയിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ മറ്റന്നാൾ കേരളത്തിലെത്തും. വിശദാംശങ്ങളിലേക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നിവരുമായി ചർച്ചകൾ നടത്തും. കൊച്ചിയിലെ ഗോശ്രീ പാലം, ദർബാർ ഹാൾ ഗ്രൌണ്ട്, മറൈൻ ഡ്രൈവ്, ചീനവല പാലം, ചിറായി ബീച്ച്, മ്യൂസിക്കൽ വാക്ക് വേ എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയും കന്നി വോട്ടർമാരുമായി സംവദിക്കുകയും ചെയ്യും. 2001-2004 കാലയളവിൽ ശ്രീ ഗ്യാനേഷ് കുമാർ എറണാകുളം ജില്ലാ കളക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹം ജില്ലാ കളക്ടറായിരുന്ന കാലത്തായിരുന്നു ഗോശ്രീ പാലങ്ങളുടെ നിർമ്മാണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
കേന്ദ്ര പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിൽ കേരളം അയൽ തീരദേശ സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലെത്തിയതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. മത്സ്യബന്ധന അടിസ്ഥാന സൌകര്യ വികസന ഫണ്ടിനെക്കുറിച്ചുള്ള അവലോകന യോഗവും ശില്പശാലയും കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പോലീസ്, ജയിൽ, വിജിലൻസ് വകുപ്പുകളുടെ പുതിയ മന്ദിരങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിവിധ ജില്ലകളിലായി പൂർത്തീകരിച്ച പുതിയ മന്ദിരങ്ങളുടെ ഉദ്ഘാടനവും മറ്റുള്ളവയുടെ ശിലാസ്ഥാപനവുമാണ് നിർവഹിക്കുക. മന്ത്രി വി ശിവൻകുട്ടി, സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങിയവർ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മലയാള ഭാഷാ ബിൽ ഒപ്പിടണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിന്റെയും മലയാളത്തിന്റെയും കീർത്തി കൂടുതൽ വ്യാപിക്കാൻ സഹായിക്കുന്നതാണ് ബിൽ എന്ന് BJP അധ്യക്ഷൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കിയതിന് നന്ദി പറയാൻ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച സാംസ്കാരിക പ്രവർത്തകരും മലയാള ഭാഷാ ബിൽ അംഗീകരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. വനംവകുപ്പിൽ ധാരാളം പരിഷ്കരണങ്ങൾക്ക് സാധിച്ചതായും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചെന്നും മന്ത്രി AK ശശീന്ദ്രൻ. മലപ്പുറം സാമൂഹിക വനവൽക്കരണ ഡിവിഷൻ ജില്ലാ കാര്യാലയത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സർപ്പ സന്നദ്ധ പ്രവർത്തകർക്കുള്ള കിറ്റ് വിതരണവും മന്ത്രി നിർവഹിച്ചു. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് നിർവൃതിയിൽ ഭക്തലക്ഷങ്ങൾ. നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ഇത്തവണ 3500 തൊഴിലാളികളാണ് ശുചീകരണത്തിനുള്ളത്. ഇതിന്റെ ഭാഗമായി നഗരത്തിലെ റോഡ് കഴുകി വൃത്തിയാക്കുന്ന പ്രവൃത്തി സെക്രട്ടേറിയറ്റ് പരിസരത്ത് ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. രാവിലെ ശുദ്ധപുണ്യാഹത്തോടെ ആരംഭിച്ച പൊങ്കാല ചടങ്ങുകൾക്ക് ശേഷം പണ്ടാരടുപ്പിൽ തീ പകർന്നതോടെ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തും നഗരത്തിലും ജില്ലയിലെ വിവിധയിടങ്ങളിലും ഭക്തർ പൊങ്കാലയർപ്പിച്ചു. കുടിവെള്ളം, ഭക്ഷണം, ടോയ്ലറ്റ്, മെഡിക്കൽ ടീം തുടങ്ങിയവയോടൊപ്പം യാത്രാ സൗകര്യത്തിനായി KSRTCയും റെയിൽവേയും കൂടി ഒത്തുചേർന്നതോടെ ഭക്തർ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ പൊങ്കാലയർപ്പിച്ച് മടങ്ങി. ഉച്ചയ്ക്ക് 2:15 നിവേദ്യ ചടങ്ങുകൾ നടന്നത്. പൊങ്കാല നിവേദ്യം കഴിഞ്ഞയുടൻ തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തിയും ആരംഭിച്ചിരുന്നു. ICC 2020 ക്രിക്കറ്റ് ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ആദ്യ സെമിയിൽ നാളെ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. മറ്റന്നാളാണ് ഇന്ത്യ-ഇംഗ്ലണ്ട് സെമി ഫൈനൽ പോരാട്ടം. ഈ മാസം 8-നാണ് ഫൈനൽ. ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ബിർമിംഗ്ഹാമിൽ തുടക്കമായി. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷി യു ക്വിയെ പരാജയപ്പെടുത്തി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള നീതി നിഷേധങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായുള്ള മഹിളാ ജൻ സുൻവായി പരാതി പരിഹാര അദാലത്ത് നാളെ തിരുവനന്തപുരം തൈക്കാട് റെസ്റ്റ് ഹൌസിൽ നടക്കും. ദേശീയ വനിതാ കമ്മീഷൻ നിർദ്ദേശപ്രകാരം വനിതാ ദിനാഘോഷങ്ങളോടനുബന്ധിച്ചാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. മറ്റന്നാൾ കൊല്ലത്തും, മാർച്ച് 9 എറണാകുളത്തും, മാർച്ച് 11 മലപ്പുറത്തും, 12 വയനാട്ടിലും അദാലത്ത് നടക്കും. ഇന്ത്യയിലുടനീളമുള്ള 1,03,000-ലധികം സ്റ്റാളുകളിൽ ആധാർ ബയോമെട്രിക് അപ്ഡേറ്റ് സൌകര്യം ലഭ്യമാക്കിയതായി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. 1.2 കോടി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു. വിവിധ സർക്കാർ പദ്ധതികൾക്കും സ്കോളർഷിപ്പുകൾക്കും പ്രമാണീകരണം നടത്തുമ്പോൾ കുട്ടികളുടെ ആധാറിൽ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യുന്നത് സഹായകമാകുമെന്ന് അതോറിറ്റി അറിയിച്ചു. കേരള സർവകലാശാലയിൽ PM ഉഷ പദ്ധതിയുടെ കീഴിൽ വിവിധ കെട്ടിടങ്ങളുടെ നിർമ്മാണോദ്ഘാടനവും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ കെട്ടിടങ്ങളുടെ പ്രവർത്തനോദ്ഘാടനവും മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നവോത്ഥാന നായകനായ അയ്യ വൈകുണ്ഠസ്വാമിയുടെ പേരിൽ ആരംഭിക്കുന്ന പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും അന്ന് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. നയതന്ത്രത്തിനും സംഭാഷണത്തിനുമുള്ള ആഹ്വാനം ആവർത്തിച്ച് ഇന്ത്യ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് കിരീടാവകാശി, ഖത്തർ അമീർ ഒമാൻ സുൽത്താൻ എന്നിവരുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ മറ്റന്നാൾ കേരളത്തിലെത്തും. ICC 2020 ക്രിക്കറ്റ് ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡുമായി ഏറ്റുമുട്ടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.